ഹായ് ലെറ്റ്സ് ഗോ ഫോർ എ ഷോപ്പിംഗ് ടുഡേ. ഇന്നൊരു ഷോപ്പിങ്ങിന് പോയിട്ട് വന്നാലോ? ഇതാണ് നമുക്ക് വാങ്ങിക്കാനുള്ള സാധനങ്ങളുടെ ബേസിക് ലിസ്റ്റ്. ഇതും കൊണ്ട് പോകാം, ബാക്കി നോക്കാം നമുക്ക് എങ്ങനെയാണ്. കെയ്റ്റ്ലിനെ കൊണ്ടുപോകണില്ല. കെയ്റ്റ്ലിനെ നൈസായിട്ട് പറ്റിച്ച് അമ്മയെടുത്ത് ആക്കിയിട്ട് വേണം പോകാനായിട്ട് ഷോപ്പിങ്ങിന്. കെയ്റ്റ്ലിന് ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഞാൻ പുറത്ത് പോകാമെന്ന്. അപ്പോൾ അതാണ് ഈ നോട്ടം നോക്കുന്നത്, അല്ലേ കെയ്റ്റ്ലിൻ? ഇത് പുറത്ത് കൊണ്ടുപോകുമെന്ന് വിചാരിച്ച് നിൽക്കുവാൻ തോന്നണം ചേട്ടാ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് സൂപ്പർ മാർക്കറ്റ് ഉള്ളത്. വീട് മനോരമ കവലയുടെ അടുത്താണ്. ഇതാണ് ചേർത്തല മനോരമ കവലയിൽ. ആ കവലയിൽ നിന്ന് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഇരുമ്പുപാലം ഉണ്ട്. ആ ഇരുമ്പുപാലം കഴിഞ്ഞിട്ടുള്ള ജസ്റ്റ് റൈറ്റ് അവിടെയാണ് സൂപ്പർ മാർക്കറ്റ്. അപ്പം നമുക്ക് കാറിന് പോകാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു 7 മിനിറ്റ് മാക്സിമം, അത്രയൊക്കെ ഉള്ളൂ. അത്ര അടുത്തൊരു സ്ഥലത്താണ് നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നത്. അപ്പോൾ ഞാൻ സൂപ്പർ മാർക്കറ്റ് എത്തിയിട്ട് ബാക്കി കാണിക്കാവേ. ഇത് സൂപ്പർ മാർക്കറ്റിലോട്ടുള്ള വഴിയാണ്. ഇരുമ്പുപാലം കഴിഞ്ഞിട്ട്, ചേർത്തല ഇരുമ്പുപാലം കഴിഞ്ഞിട്ട് നമ്മൾ പാലം കയറി ഇറങ്ങി റൈറ്റ് ഒരു തോടുണ്ട് സൈഡിൽ. ആ തോടിൻ്റെ സൈഡിലുള്ള സൂപ്പർ മാർക്കറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റ് എന്നാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൻ്റെ പേര്. അപ്പോൾ നമ്മൾ മാർജിൻ ഫ്രീ പോയിട്ട് അത്യാവശ്യ സാധനങ്ങൾ, നമ്മൾ ഓൾറെഡി ലിസ്റ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ഐഡിയ ഉണ്ട് എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടതെന്ന്. അത് വെച്ച് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണം. ഇപ്പോൾ സൈഡിൽ കാണുന്നത് ആനന്ദ് ഡെൻ്റൽ ക്ലിനിക്കാണ്. നമ്മൾ പല്ലൊക്കെ ശരിയാക്കാൻ അവിടെ പോകാറുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് സൂപ്പർ മാർക്കറ്റ്. അപ്പം ഒരു ബേസിക് ഐഡിയ ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിയിട്ട് പോരാ. അല്ല, നമ്മൾ ആദ്യം ഈ സെക്ഷനിലോട്ടാണ് വന്നത്. എന്നിട്ട് നമ്മുടെ പരിപ്പ്, കടല, പയർ, മൈദയൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മളിവിടെ നിന്ന് എടുത്തേ. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. അടുത്ത സെക്ഷനിൽ ഞാനൊരു ജെൽപ്പൻ തപ്പിയാണ് വന്നത്. ഞാൻ നോക്കിയ ജെൽപ്പൻ കുറേ നോക്കിയിട്ട് കാണുന്നില്ല. എനിക്കാണെങ്കിൽ ആ ജെൽപ്പൻ ഭയങ്കര ഇഷ്ടമാണ്. അത് വെച്ച് എഴുതിയ നല്ല രസമാണ് ഹാൻഡ് റൈറ്റിംഗ് കാണാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ തപ്പിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. എത്ര നോക്കിയിട്ടും കാണുന്നില്ല. കുറേ തപ്പി, അതായത് ഒരു നല്ലൊരു ജെൽപ്പനാണത്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ടൊന്നും അത് കാണുന്നില്ല. എനിക്കത് കിട്ടിയേ പറ്റത്തുള്ളൂ. അവസാനം ഞാൻ അതിൻ്റെ ഇടയ്ക്കുന്ന് കണ്ടുപിടിച്ച് ഒരെണ്ണമാണ് ആകെ ബാക്കിയുണ്ടായിരുന്നു, അതും എടുത്ത്. അപ്പോൾ എനിക്ക് സന്തോഷം. പിന്നീട് ഞാൻ നോക്കിയത് ഡെപ്പയൊക്കെയുള്ള സെക്ഷനാണ്. എനിക്ക് ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും വളരെ ഇഷ്ടമുള്ളൊരു സെക്ഷനാണ് ഈ ഡെപ്പയുടെ സെക്ഷൻ. ആ ഡെപ്പയുടെ സെക്ഷനിൽ വന്ന് നോക്കി. പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുണ്ടോ എന്ന് നോക്കി ഞാനൊന്ന് ഓടിച്ച് നോക്കുമായിരുന്നു എന്താ നമുക്കിനി വാങ്ങിക്കാനുള്ളതെന്ന്. അങ്ങനെ ഏകദേശം നമുക്ക് വേണ്ട സാധനങ്ങൾ ആസ് പെർ ലിസ്റ്റ് നമ്മളെടുത്തു. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ലിസ്റ്റിലേക്ക് എടുത്തത്. പിന്നെ അത് ലിസ്റ്റ് എടുത്ത് ബില്ല് ചെയ്യാൻ വന്നപ്പോഴാണ് വൻ ട്വിസ്റ്റ് സംഭവിച്ചത്. അവിടുത്തെ നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നില്ല. നമുക്ക് ഗൂഗിൾ പേ ചെയ്യാനും പറ്റുന്നില്ല, അവർക്ക് ബില്ലടിക്കാനും പറ്റില്ല. ഒരു പ്രാവശ്യം അവർ കംപ്ലീറ്റ് ബില്ലടിച്ചു. അത് കഴിഞ്ഞിട്ട് ആ നെറ്റ്വർക്ക് പോയെന്ന് പറഞ്ഞ് പിന്നെയും നമ്മൾ എല്ലാം പെറുക്കി കൊട്ടയിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെയും 2 പ്രാവശ്യം ബില്ലടിച്ചു. എന്നിട്ടാണ് നമുക്ക് എങ്ങനെയൊക്കെയോ ഒന്ന് സെറ്റായി കിട്ടിയത്. അങ്ങനെ നമുക്ക് ഒരു 743 രൂപയാണ് ടോട്ടലി ആയത്. വീട്ടിലേക്കുള്ള അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ മേടിച്ചുള്ളൂ നമ്മൾ. അത്രയും സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ കാർ പാർക്കിംഗ് വരെ വരായിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന് വെച്ചു. അത് കഴിഞ്ഞ് ഒരു ചെരുപ്പ് കടയിലോട്ടാണ് പോയത്. എനിക്ക് കാല് ഭയങ്കര വേദന ആയതുകൊണ്ട് ടൈലിൽ കൂടെ നടക്കുമ്പം വീട്ടിലിടുന്ന ഒരു ചെരുപ്പ് നോക്കാൻ പോയി. ഇങ്ങനെ കുറച്ച് ചെരുപ്പുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇതൊന്നും അത്ര ഇഷ്ടമായില്ല. അവസാനം ഞാൻ ഈ ഒരു ചെരുപ്പ് വാങ്ങിയിട്ട് പോകുന്നു. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പ്. ഇത് നല്ല രസമുണ്ട്, നല്ല സോഫ്റ്റ് ചെരുപ്പാണ്. പിന്നെ വരുന്ന വഴി 2 പേനയും വാങ്ങിച്ചായിരുന്നു. ഇത്രയുമാണ് ഇന്ന് നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞെത്തി. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സാധനം വാങ്ങിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടം ഡയറി മിൽക്ക്. അപ്പോൾ ഞാൻ കുറച്ച് ഡയറി മിൽക്ക് വാങ്ങിയിട്ടുണ്ട് കഴിക്കാനായിട്ട്. ഭയങ്കര ടയേർഡ് പോയിട്ട് വന്നിട്ട് സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. എന്തൊരു ചൂടാണ്! ക്ലൈമറ്റിൻ്റെ ആണോ എന്നറിയില്ല. പുറത്തിറങ്ങിയിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്. എന്നിട്ട് ഞാൻ വരുന്ന വഴിക്ക് ഒരു സംഭാരം കുടിക്കാനായിട്ട് കയറി. അപ്പോൾ അവിടെ തണുത്ത സംഭാരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി തൊണ്ട എങ്ങാനും പോയാലോ എന്ന് വിചാരിച്ചു. പിന്നെ അത് കുടിച്ചില്ല. സംഭാരം കുടിക്കാതെ ഞാൻ അവിടെ നിന്ന് ഒരു സോഡ നാരങ്ങ പറഞ്ഞു. അപ്പം അവർ ഉപ്പാണെന്ന് ചോദിച്ചപ്പോൾ നല്ല എനിക്ക് മധുരം മതി എന്ന് പറഞ്ഞാൽ മധുരമുള്ള ഉപ്പ് നാരങ്ങയൊക്കെ കുടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നത്. മോൾ ഇവിടെ കുഴപ്പമില്ലാതിരുന്നേ. ഇത്ര നേരം വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അവളെ കൊണ്ടുപോകാതെ പോയത്. അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാതെ ഇരിക്കുവാണ്. ആൾക്ക് ഇത്തിരി പനിയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ആ പനിയൊക്കെ മാറി വരുന്നതുകൊണ്ട് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. അതിൻ്റെ ഒരു മടിയുണ്ട് മോൾക്ക്. അല്ലാതെ എല്ലാം കുഴപ്പമില്ലാതിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഷോപ്പിങ്ങിന് പോയ കുറച്ച് കാര്യങ്ങൾ, വിശേഷങ്ങളും ഒക്കെ ആയിട്ട്. ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.